ലണ്ടനിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് ആൻഡ് ടൗൺസി എന്ന് പറഞ്ഞൊരു സ്ഥലത്തും അവിടുത്തെ എന്റർടൈൻമെന്റ് ഏരിയ ആണ് ഈ താഴെ കാണുന്നത്. അഡ്വഞ്ചർ ഐലൻഡ് എന്നാണ് ഇതിന്റെ പേര്. തണുപ്പ് കാലം മൊത്തം അങ്ങോട്ട് കഴിയാത്തത് കൊണ്ട് അധികം ആളും ബഹളമൊന്നും ഇല്ല. ഇതിന്റെ തന്നെ ഒരു ഭാഗമാണ് നമുക്കിന്ന് പോകാനുള്ള പിയർ. ആ ലെഫ്റ്റ് സൈഡ് കണ്ടോ, അതാണ് നമുക്ക് പോകാനുള്ള സ്ഥലം. അപ്പൊ നമുക്ക് ഇനി സമയം കളയണ്ട, നേരെ അങ്ങോട്ട് പോകാം. ഞാൻ ദേ സ്റ്റെപ്പ് ഇറങ്ങി താഴെത്തി കയറി വരുമ്പോൾ തന്നെ ഈ പിയറിന്റെ കഥയാണ് ഇവിടെ എഴുതി വെച്ചത്. 1830 ഇത് തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ടുള്ള സകലമാന ചരിത്രങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സീസൺ അനുസരിച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഈ റാമ്പ് ഇറങ്ങി താഴെ ചെല്ലുമ്പോഴേ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ആ റോഡിന്റെ അപ്പുറത്ത് മുകളിലായിട്ട് ബിൽഡിങ്ങുകളുണ്ടോ, അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ഇറങ്ങി വന്നത്. ഇന്ന് അത്യാവശ്യം തണുപ്പുള്ള ഒരു ദിവസം, അതുകൊണ്ട് തന്നെ ആൾക്കാരും വളരെ കുറവാണ്. ആളുകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ടേ ഈ പാർക്കിന്റെ അകവും പിയറും ഒക്കെ മൊത്തത്തിലൊരു ചത്തമട്ടായിരുന്നു. ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു രസമുള്ളൂ. വെയിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ. ആരെങ്കിലൊക്കെ വരുമായിരിക്കും. എന്തായാലും മുന്നോട്ട് പോകാൻ. ഈ കാണുന്ന ബിൽഡിങ്ങേ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ പിയറിനകത്തേക്കൂടെ ഒരു ട്രെയിൻ ഓടുന്നുണ്ട്. ഒരെണ്ണല്ല, 3-4 അതിന്റെ ഈ അടുത്ത സ്റ്റേഷനാണ്. ഇന്നിപ്പോ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓടണ്ടോന്ന് അറിയില്ല. ഓടുണ്ടെങ്കിൽ നമുക്ക് അതിൽ തിരിച്ചു വരാം. അങ്ങോട്ട് നടന്നു പോയിട്ട് ഇങ്ങോട്ട് ട്രെയിനിന് വരാം. വേറെ ടിക്കറ്റ് ഒരാൾക്ക് നടക്കാനായിട്ട് 1.5 പൗണ്ടും ട്രെയിനിന് വരാനായിട്ട് 5 പൗണ്ടുമാണ്. ഞങ്ങൾ 2 പേരുണ്ടേ. മൊത്തം അങ്ങനെ 13 പൗണ്ട്, അതായത് 1400 അടുത്തായി. ഇപ്പോൾ നമ്മൾ വന്ന വഴി കണ്ടോ, ഏകദേശം ഒരു ജോഗ്രഫി മനസ്സിലായില്ലേ ഈ സ്ഥലത്തിന്റെ. ഈ പാർക്കില്ലേ അഡ്വഞ്ചർ ഐലൻഡ് എന്ന് പറഞ്ഞാൽ, അതിന്റെ തന്നെ ഒരു പാർട്ടാണ് ഈ പിയർ. ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇവിടെയാണെങ്കിൽ കടലിൽ നിന്ന് ഇപ്പോൾ നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട്. കൈയും കാലം പറിച്ചിട്ട് വെള്ളം. ഈ ബെഞ്ചിൽ പൂക്കൾ വെച്ചേക്കണോ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്ട് തോന്നിയേക്കുന്ന ഒരു കാര്യമാണ്. മരിച്ചുപോയ ഏതോ ഒരാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബെഞ്ച് സ്പോൺസർ ചെയ്തേക്കുന്നത്. അവർക്ക് വേണ്ടപ്പെട്ട ആരോ ഒരാൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പൂക്കളാണ്. ഇതിപ്പോ ഇന്നോ ഇന്നലെ വെച്ചേക്കുന്ന പൂക്കളല്ല, പക്ഷെ എന്നാലും വെച്ചു എന്നുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കുള്ള പിയർ തുറക്കുന്നത്. അങ്ങ് അറ്റത്തൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ വരെ നടക്കാം നമുക്ക്. നമ്മുടെ ഭാഗ്യത്തിൽ നിന്ന് ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. കടലിൽ പിന്നെ വെള്ളം ഉണ്ടാവരുടെ മണ്ട എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണേ. പക്ഷെ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല. ഇവിടെ ഈ വേലിയേറ്റവും വേലിയേർക്കേ നമുക്ക് നല്ല രീതിയിൽ അനുഭവിച്ചറിയാൻ പറ്റും. ചില സമയത്ത് ഇവിടെ വരുമ്പോൾ ഈ പാലത്തിന്റെ ഒരു പകുതി മുക്കാലും ഭാഗത്തോളം വെള്ളം ഇറങ്ങിപ്പോയിണ്ടാവും. എന്നിട്ട് കണ്ട ഉഴുത പോലെ ആയിരിക്കും ഇവിടെയൊക്കെ കിടക്കുക. മൊത്തം എക്കലും ചെളിയൊക്കെ ആയിരിക്കും അന്നേരം ഇവിടെ. ഇപ്പൊ വേലി ഏറ്റാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം വെള്ളം ഉള്ളത്. എനിക്ക് അതിന്റെ സമയം എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. നമ്മൾ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലായിരുന്നോ, അവിടേക്ക് ട്രെയിൻ കയറി പോണത് ഈ ട്രാക്ക് വഴിയാണ്. അങ്ങറ്റം വരെ ഉണ്ട് ട്രാക്ക്. ഏതെങ്കിലും ഒരു ട്രെയിൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അരമണിക്കൂർ കൂടുമ്പോൾ ട്രെയിൻ ഉണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു. സീഗിൾ എന്ന് പേരുള്ളൊരു കടൽ പക്ഷി ഉണ്ട്, അതിലൊരെണ്ണാണ് ആയിരിക്കണേ. ഒന്ന് കാണിക്കാന്ന് വെച്ചപ്പോ പറന്നും പോയി. അല്ലെങ്കിൽ ആര് വന്നാലും ഇരിക്കുന്നിടത്തുനിന്ന് അനങ്ങാത്തവരാ. നല്ല ശബ്ദമാണ് ഉമാർക്ക്. പക്ഷെ ഒരാളെ ഒന്ന് കേൾപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമാര് മിണ്ടൂല. ഇതേ വന്ന് ലാൻഡ് ചെയ്യാൻ പോകട്ടോ, വെള്ളത്തിലിരിക്കാൻ പോവാണ്, മീൻ പിടിക്കാനാ. ഇപ്പൊ സീകള് താറാവിന്റെ കാര്യമായി. ഈ രീതിയിൽ വെള്ളത്തിലേക്ക് ഇറക്കി ഒരു പ്ലാറ്റ്ഫോം എടുത്തിട്ട് കഴിഞ്ഞാല് കപ്പലുകൾക്കും ബോട്ടുകൾക്കും ഒക്കെ സൗകര്യമായിട്ട് ബെർത്ത് ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെ ചരക്ക് കയറ്റാനും ഇറക്കാനും ഒക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്നുള്ളൊരു ഐഡിയ ആദ്യം തോന്നിയത് ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ് 19-ാം നൂറ്റാണ്ടില്. 1830 ഈ പിയർ ഇവിടെ ആദ്യമായിട്ട് പണിയുന്നത്. അന്ന് ഇത്രയും നീളമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പല കാലങ്ങളിൽ കൂട്ടിച്ചേർത്താണ് ഇപ്പോഴത്തെ നീളം. അതായത് 1.33 മൈൽ ഉണ്ട്. ഇപ്പോൾ കിലോമീറ്ററിൽ പറയുമ്പോൾ 2.14 കിലോമീറ്റർ. അങ്ങനെ ഇപ്പൊ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ എന്റർടൈൻമെന്റ് പിയർ ആണ്. കാലം മാറി, ഇപ്പൊ ബോട്ടുകളും കപ്പലുകളൊന്നും ഇതേപോലത്തെ പ്ലാറ്റ്ഫോമിലൊന്നും അല്ലല്ലോ അടുപ്പിക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ പിയറുകളൊക്കെ ഇവർ എന്റർടൈൻമെന്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു കൊടുത്തു. നമുക്ക് ഇതുപോലെ കാറ്റൊക്കെ കൊണ്ട് നടക്കാം. ഇപ്പോഴും ഈ മറീനകളിലൊക്കെ ഉപയോഗിക്കണം കേട്ടോ പിയർ. റൈറ്റ് സൈഡിലെ 2 കപ്പലുകൾ കൊണ്ട് അതിലെ പോർട്ടിലേക്ക് പോണത്, അതായത് നമ്മുടെ വലതുവശത്ത് കാണുന്നത് MSCയുടെ ഷിപ്പാണ്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. കപ്പലോടെ നിൽക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിൻ വന്നിട്ട് നമ്മൾ ഊട്ടിയിലൊക്കെ കാണാറുള്ള ടൈപ്പ് ട്രെയിനില്ലേ, ഏതാണ്ട് അതേപോലത്തെ ഒക്കെ തന്നെയാണ് കണ്ടിട്ട്. ലോക്കോ പൈലറ്റ് ടാറ്റയൊക്കെ തന്നെ. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കണുള്ളൂ. ഡീസൽ എഞ്ചിനാന്ന് തോന്നുന്നു. പുറകുവശത്തുണ്ട് എഞ്ചിൻ. സുരക്ഷാ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. ഇവിടെ CCTV. ഈ കാണുന്നത് ഫയർ ഹൈഡ്രന്റ് ആണ്. അതായത് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്യാനുള്ള സംവിധാനമാണ്. നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ള ദിവസമേ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പൊ പിന്നെ ഇതൊക്കെ ആവശ്യമാണല്ലോ. ഇവിടെ ഇരുന്ന് ചൂണ്ടയിടാന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. ഈ കാണുന്ന ബോർഡിലെ ഈ ഭാഗത്ത് കാണപ്പെടുന്ന ജീവികളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. ഞണ്ടും നീരാളിയും നേരത്തെ പറഞ്ഞ സീകളും പിന്നെ വേറെ ഏതൊക്കെയോ ജീവികളും. പക്ഷെ ഉള്ളത് പറഞ്ഞാൽ ഇവിടെ സീകളിനെയും കാക്കേനെയും മാത്രമാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഈ ഭാഗമേ ഒരു എസ്റ്റുറിയാണ്, അതായത് അഴിമുഖം. തേംസ് നദി അറിയാലോ, നമ്മുടെ ടവർ ബ്രിഡ്ജിന്റെ ഒക്കെ താഴേക്കടെ ഒഴുകുന്ന പുഴ. ആ പുഴ 346 കിലോമീറ്റർ ഒഴുകിയിട്ട് ലണ്ടൻ സിറ്റിയൊക്കെ വഴി ഒഴുകിയിട്ട് കടലിൽ വന്ന് ചേരുന്നത് ഈ ഭാഗത്താണ്. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നോർത്ത് സീയിൽ ഉൾപ്പെട്ട ഒരു ഭാഗമാണ്. നോർവേ, ഡെൻമാർക്ക്, UK ഇതിന്റെയൊക്കെ ഇടയ്ക്ക് കിടക്കുന്ന അറ്റ്ലാന്റിക്കിന്റെ ഭാഗമാണ് ഈ നോർത്ത് സീ എന്ന് പറയുന്നത്. വിന്റർ ടൈമിൽ ഭയങ്കര റഫായിരിക്കും ഇവിടെ. യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു കേട്ടേക്കണം. ഇവിടെ ചൂണ്ടയിടുമ്പോഴേ മീൻ കുഞ്ഞുങ്ങളെയാണ് കിട്ടണമെങ്കിൽ തിരിച്ചിട്ടേക്കണം, അല്ലെങ്കിൽ പണിയാണ്. ഓരോന്നിനുള്ള മിനിമം അളവ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചാളയ്ക്ക് 11 സെന്റിമീറ്റർ, അയിലയ്ക്ക് 15 സെന്റിമീറ്റർ, അങ്ങനെ ഓരോന്നിന്റെയും. ബീച്ച് സൈഡിലൊക്കെ വെയില് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നല്ല തണുപ്പുണ്ട്. പോരാത്തതിന് തണുത്ത കാറ്റും കൂടി അടിക്കണോണ്ടേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രസമുണ്ട്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ റെയിൽവേ ട്രാക്കിലെ സ്ലീപ്പറുകൾക്ക് താഴെ മിറ്റലൊന്നുമില്ല, ചുമ്മാ തടിയിൽ ഉറപ്പിച്ചേക്കും. അത് ഇത് പിന്നെ ചെറിയ ട്രെയിൻ ആയതുകൊണ്ടായിരിക്കാം. ഇവിടെ നോക്കിയാൽ ക്ലിയർ ആവുമെന്ന് അറിയില്ല. അങ്ങ് ദൂരെ നമുക്ക് വിൻഡ് മിൽസ് കാണാൻ പറ്റും, അതായത് കാറ്റാടി പടങ്ങൾ. ഏകദേശം 140 എണ്ണം ഉണ്ട് കടലിന്റെ നടുക്കാൻ നിൽക്കുന്നത്. UK ഒരു കമ്പനി വെച്ചേക്കുന്ന. അതിന്റെ അപ്പുറത്തെ വശത്താണ് നെതർലൻഡ്സും ബെൽജിയം ഒക്കെ വരുന്നത്. അടുത്ത ട്രിപ്പിനുള്ള ആളെ കൊണ്ട് ട്രെയിൻ വീണ്ടും പിയറിലേക്ക് പോകണം കേട്ടോ. നേരത്തെ കണ്ടപ്പോൾ 2-3 പേരെങ്കിലും ഉണ്ടായി.
ഇത്തവണ അതുമില്ലെന്ന് എനിക്ക് തോന്നണം. ആരും കാണില്ല. ഞാൻ നിൽക്കുന്നിടത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷെ നേരെ നോക്കി സൂര്യൻ തുളച്ച് കയറി വരികയാണ്. തിരക്കുള്ള സമയത്തേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയത്ത് തന്നെ ട്രെയിൻ ഓടും. അന്നേരം ട്രെയിനുകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ എത്തിയേക്കുന്നത്. അതാണ് ഇവിടെ 2 ട്രാക്കുകൾ കാണുന്നത്. അതിനർത്ഥം നമ്മൾ ഏകദേശം പകുതി ദൂരം ആയി എന്നാണ്. ഇപ്പം മഴയൊന്നും മാറിയിട്ടുണ്ട്. ഉള്ള നേരത്ത് നമുക്ക് അങ്ങോട്ട് എത്താൻ നോക്കാം. ഈ ബോർഡ് കണ്ടപ്പോൾ ഒരു ആശ്വാസം. നമ്മളങ്ങനെ 1 മൈൽ നടന്നു കഴിഞ്ഞു. അതായത് 1.5 കിലോമീറ്ററിന് മേളിലായിപ്പോ. ഇനി ഒരു 1/2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. എമർജൻസി കോൾ ബട്ടൺ കണ്ടോ? വെറുതെ വിളിച്ച് ഞെക്കി കഴിഞ്ഞാലേ 500 പൗണ്ടാണ് ഫൈൻ. ഇന്നത്തെ റേറ്റിന് ഏകദേശം 56,000 ചില്ലായിരം രൂപ വരും. അങ്ങനെയാണ് ഇവിടെ നിയമം നടപ്പിലാക്കണം. ആ നീല ട്രെയിൻ മാത്രമായിട്ട് ഇന്ന് സർവീസിലുള്ളൂ. പച്ച കയറ്റിയിട്ടേക്കാണ്. ഡ്രൈവർ ടാറ്റയെ കൊടുക്കുന്നുണ്ട്. കൊടി പൊക്കി കാണിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. സ്പോൺസർ ചെയ്ത ആളുടെ പേരാണെന്ന് തോന്നുന്നു. സൈഡിൽ ഒരു പേര് എഴുതിച്ചിട്ടുണ്ട്, വില്യം ബ്രാഡ്ലി. പരമാവധി കാഴ്ചകൾ അകത്തിരിക്കുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സൈഡ് ഫുൾ ഗ്ലാസ് ആണ്. പിന്നെ ടയർ കണ്ടോ? ഒരു പെട്ടി ഓട്ടോറിക്ഷയുടെ ടയറിന്റെ അത്രയും കൂടി ഇല്ലാല്ലേ. കപ്ലിങ്ങിന്റെ ഭാഗം അങ്ങനെ തന്നെ. ബോഗികൾ തമ്മിൽ വാതിലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷനുകളൊന്നും ഇല്ല. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയാണ്. പിന്നെ ഇവിടുത്തെ ആവശ്യത്തിന് ഇതൊക്കെ മതിയല്ലോ. നമ്മളങ്ങനെ ഏതാണ്ട് അവസാന ഭാഗത്തോടെ അടുത്തുണ്ട്. ഇവിടെ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കടകളൊക്കെയാണോ. ഫിഷ് ആൻഡ് ചിപ്സ് വെക്കണ ഒരു കടയല്ലാതെ വേറെ ഒന്നും ഇന്ന് തോന്നല്ല. ആളില്ലാണ്ട് ഈ തണുപ്പത്ത് തുറന്നു വെച്ചിട്ടും കാര്യമില്ല. റൈറ്റ് സൈഡിൽ എന്തോ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചേക്കാണ്. ഇതിന്റെ അപ്പുറത്ത് വേറൊരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ട്. അതാണ് ഇതിന്റെ ശരിക്കുള്ള എൻഡ്. അവിടെ കൂടെ പോയിട്ട് വരാം. കോയിനിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടെലസ്കോപ്പ് അത്. നമ്മൾ എന്താണ് കാണുന്നതെന്ന് ഇത് പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എത്താറായിട്ട് അവിടെ റാമ്പ് കണ്ടോ. ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും അതുപോലെ ഇവിടെ നിന്നുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടോയ്ലറ്റ് വേസ്റ്റ് അടക്കമുണ്ട്. നടുക്കടലിൽ ഇവർ ടോയ്ലറ്റ് വരെ പണിത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ച് കരയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണത്. അവസാനം നമ്മൾ ആ ബോർഡ് കണ്ടു. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് റീച്ച്ഡ് ദി എൻഡ് ഓഫ് സൗത്തൻ പിയർ 1.33 മൈൽസ് ഓർ 7080 അടി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പിയറിന്റെ അവസാനത്തെ ഭാഗമാണ് ഈ കാണുന്നത്. മെയിൻലാൻഡിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ നമ്മൾ. ഈ ബിൽഡിംഗ് ഒരു റെസ്റ്റോറന്റ് ആണ്. അവിടെ നിന്ന് വീൽ ചെയറിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ. ഈ രാജ്യത്തുള്ള ഭൂരിഭാഗം സ്ഥാപനങ്ങളും വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അവർക്കും അതുപോലെ മൊബിലിറ്റി സ്കൂട്ടർ ഉപയോഗിക്കുന്നവർക്കും കുട്ടികളെയും കൊണ്ടുവരുന്നവർക്കും എല്ലാവർക്കും ഉപകാരമല്ലേ. ഇന്ന് അത്യാവശ്യം തണുപ്പുണ്ട്. നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. തണുപ്പും കാറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ടൊക്കെയാണ് ഇന്നിവിടെ ആൾക്കാർ വളരെ കുറവ്. നമ്മൾ നേരത്തെ ടോക്കിംഗ് ടെലസ്കോപ്പുകൾ കണ്ടില്ലേ, അതേപോലെ തന്നെ ടോക്കിംഗ് ചെയർസും ഉണ്ട് ഇവിടെ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ചെയറിൽ അങ്ങോട്ട് ഇരുന്നാൽ മതി. ഈ സ്പീക്കറിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ചരിത്രവും കഥകളൊക്കെ കേട്ട് കടലിൽ നിന്നുള്ള കാറ്റും കൊണ്ട് ഒരു ചായയും കുടിച്ച് ഇവിടെ അങ്ങോട്ട് ഇരിക്കുക. മഴയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. പക്ഷെ തണുപ്പിന് കുറവൊന്നുമില്ല. നല്ല കാറ്റും അടിക്കുന്നുണ്ട്. അവിടെ കണ്ടെയ്നർ ഷിപ്പ് പോകണുണ്ടോ. ഇവിടെ അടുത്ത് തന്നെ ലണ്ടൻ ഗേറ്റ് വേ പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു തുറമുഖമുണ്ട്. അവിടേക്ക് പോകുന്നതാണ്. അപ്പുറത്തെ വശത്തെ ഒരു കര കണ്ടോ, ആ വിൻമില്ലുകളൊക്കെ നിരന്ന് നിൽക്കുന്നത്. അത് കെന്റ് എന്ന് പറഞ്ഞൊരു കൗണ്ടിയാണ്. UK തന്നെ ഭാഗമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എസെക്സ് എന്ന് പറഞ്ഞൊരു കൗണ്ടിയിൽ. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കേരളം തമിഴ്നാടൊക്കെ അതേപോലെ ഇങ്ങനത്തെ സൈൻ ബോർഡുകൾ കാണുന്നത് എനിക്ക് വല്ലാത്തൊരു മോട്ടിവേഷനാണ്. ഇതിൽ 2 സ്ഥലത്ത് ഞാൻ പോയിട്ടുള്ളൂ, ഹാറ്റ്ലി കാസിലും പിന്നെ ലണ്ടനിലും. ബാക്കിയുള്ളടത്തും പോകാൻ പറ്റട്ടെ. ന്യൂയോർക്കും ആംസ്റ്റർഡാമും അറിയാലോ. ഡൺകിർക്ക് ഫ്രാൻസിലുള്ള ഒരു സിറ്റിയാണ്. റെഡ് സാൻഡ് ഫോർട്ട് 2ാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാർ കടലിന്റെ നടുക്ക് പണിത ഒരു കോട്ടയാണ്. നമ്മുടെ തേനീച്ചപ്പെട്ടികളൊക്കെ ഇല്ലേ, ഏതാണ്ട് അതുപോലെ ഇരിക്കും കാണാൻ. അതിന്റെ വലിയ സ്കെയിൽ 2ഉം 3ഉം നിലയുള്ളത് കടലിന്റെ നടുക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതുപോലത്തെ ഒരു സംഭവമാണ്. ജെംസ് മിഠായി പോലെ ഭയങ്കര കളർഫുൾ ആണ് റെസ്റ്റോറന്റുകാരുടെ ടേബിളും ചെയറും ഒക്കെ. നമുക്കിനി അവിടെ ഒരു പ്ലാറ്റ്ഫോം കണ്ട് അതിന്റെ മേളിൽ കയറാൻ പറ്റും നോക്കട്ടെ. ആരുടെയോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തേക്കുന്ന ബെഞ്ചാണ്. അവരുടെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമായിരിക്കും. അതുകൊണ്ടാണ് പൂക്കളും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പീറ്റർ സ്നൂക്സ്. ആരെങ്കിലും ഓർക്കാൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഭാഗ്യമാണല്ലേ. ആകെ ഒരു നിലയേ ഉള്ളൂ കേട്ടോ മേളിലേക്ക്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി മേളിൽ ചെന്ന് നോക്കാം എന്താ ഉള്ളതെന്ന്. കാറ്റ് നല്ലോണം കൂടണ്ട കേട്ടോ. അത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കണ്ടിട്ടേ തിരിച്ചു പോകണം. കാരണം ഇവരുടെ സമയം കഴിയാറായി. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ അടക്കി വരും. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇന്നത് അടച്ചിട്ടേക്കാണ്. പിന്നെ അങ്ങേയറ്റത്ത് ഒരു മണി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കുറെ ആന്റിനകളൊക്കെ കാണുന്നുണ്ട്. എന്തോ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ജാക്കും റോസും ഇല്ലേ ടൈറ്റാനിക്കിലെ, അവര് കൈവിരിച്ചെന്ന സ്ഥലം പോലില്ലേ. ഈ മണിയുടെ നാക്ക് കാണില്ല. അതെന്തിയാവോ. എന്നിട്ട് എന്റെ അകത്തുനിന്ന് ആഗ്രഹം ഒരു പേര് തല്ലൂല്ല എന്നാണ്. മറ്റേന്നിട്ട് വായിക്കണമെന്ന് ആഗ്രഹം. ആരും മോശമല്ലാന്ന് മനസ്സിലായില്ലേ. പണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരിക്കാം. നല്ല ക്ലീൻ വെള്ളം അല്ലേ. പിന്നെ നീല കളറല്ല, അഴിമുഖാണല്ലോ. അതുകൊണ്ട് എക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് കളർ വ്യത്യാസം. നേരെ അപ്പുറത്തെ വശത്ത് കെന്റാണ്, നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അതിന്റെ അപ്പുറത്താണ് ഫ്രാൻസ്, നെതർലൻഡ്സ്, ബെൽജിയം അതൊക്കെ വരുന്നത്. സൂര്യൻ നോക്കി, ഒരു ദിവസം നോക്കി തുളച്ചു കയറിയിട്ടല്ലേ. 1-2 പേര് അതുവഴി ഇതുവഴിയൊക്കെ നടക്കണ്ടേ. ഇപ്പൊ അവരെയും കാണാനില്ല. അവരും തിരിച്ചു പോയി തോന്നുന്നു. അവസാനത്തെ ട്രെയിനാണ് ആ വരുന്നത്. അത് തിരിച്ചു പോകുമ്പോൾ വേണം നമുക്ക് അതിൽ കയറാനായിട്ട്. നിങ്ങൾ ആ വലിയ കപ്പൽ കാണുന്നില്ലേ, അതിന്റെ ഇടതുവശത്തായിട്ട് ചെറിയൊരു വ്യത്യാസം കണ്ട അന്തരീക്ഷത്തില് മഴ പെയ്യുന്ന അത്. ഇവിടെ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ വേറെ കപ്പലുകൾ ആങ്കർ ചെയ്ത് കിടക്കുന്നതാണ്. പോർട്ടിൽ ബെർത്ത് ചെയ്യാനുള്ള ടേൺ വെയിറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഇനി ഇവിടെ നിൽക്കണം കേട്ടോ. പോകാനുള്ള പരിപാടിയാണ്. ഈ ട്രെയിനിലൂടെ പോയാലേ പിന്നെ നടന്നുകൊണ്ടിരും. ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന്റെ റൂം കണ്ടോ, ഒരു പാവക്കുട്ടീനെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ ഊട്ടിയിലൊക്കെ ഉള്ള ട്രെയിനില്ലേ അതേപോലെ തന്നെ ഉണ്ടല്ലേ. കണ്ടിട്ട് ഡീസൽ എഞ്ചിനാന്ന് തോന്നുന്നു. അങ്ങനെ ട്രെയിനിന്റെ അകത്തിട്ട് കയറാണ്. ഈ സൈഡിൽ ആരുമില്ല, ഈ സൈഡിലും ആരുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അവസാനത്തെ ട്രിപ്പിന്. ചാർട്ടേഡ് ട്രെയിൻ പോലെ ആയിപ്പോ. ഇവിടുത്തെ മാപ്പാണത്. തെയിംസ് എസ്റ്റുറിയുടെ. തെയിംസ് പുഴയുടെ പേര്, എസ്റ്റുറി എന്ന് വെച്ചാൽ അഴിമുഖം. അതായത് പുഴ കടലിനോട് ചേരുന്ന ഭാഗം. ഈ പട്ടിക അടുക്കി വെച്ചാണ് വിറകലാട്ടോ. സ്ലീപ്പേഴ്സ് ആണ്. റെയിൽ പാളത്തിന്റെ താഴെ വിരിക്കാറില്ലേ ആ സാധനം. ട്രെയിൻ അങ്ങനെ നീങ്ങി തുടങ്ങിട്ടോ.
ഇത് മൊത്തം ഇനി കാണിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ്. കുറച്ചും കൂടെ സ്പീഡിന് അങ്ങോട്ട് ചെല്ലണമെന്നുള്ളൂ. MSCയുടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കപ്പലാട്ടോ അത്. ഇഷ്ടം പോലെ ഇന്ത്യക്കാരും മലയാളികളൊക്കെ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ് MSC. ചിലപ്പോൾ ഏതെങ്കിലും മലയാളികളൊക്കെ ഉണ്ടാവും അതിനകത്ത്. ഇത്ര ചെറിയ ട്രെയിൻ ആണെങ്കിലേ ഡോറുകളെല്ലാം ഓട്ടോമാറ്റിക് ആണ്, ഡ്രൈവർ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മൾ ഏതാണ്ട് സ്റ്റോപ്പിൽ എത്താറായിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത പ്ലാറ്റ്ഫോമില്ലേ, അതിന്റെ താഴെ കൂടെയാണ് ഈ ട്രെയിൻ ഇപ്പോൾ കയറുന്നത്. ഏതോ ഗുഹയുടെ അകത്തേക്കൊക്കെ പോണോലുണ്ടല്ലേ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇവിടെ വേറൊരു ട്രെയിൻ കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. മൊത്തം അപ്പം 3 കിടക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ അവിടെയും കണ്ടില്ലായിരുന്നു അങ്ങേറ്റത്ത്. ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടി നോക്കാം. 2 പേരും കൂടി ഉണ്ടായി ഇതിന്റെ അകത്ത്. ഇപ്പോഴാണ് കണ്ടത്. ഇവിടെ ഈ പിയറിന്റെ ചരിത്രവും കുറെ പഴയ ഫോട്ടോസൊക്കെ വെച്ച് ചെറിയൊരു മ്യൂസിയം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ കടലിൽ സമയം ചെലവഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളൊരു വിശ്വാസം ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് എഴുതി വെച്ചാണ്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം സായിപ്പ്മാർക്ക് ഇപ്പോഴും കടലിനോട് താല്പര്യം കൂടുതൽ. അതുപോലെ ലണ്ടൻ സിറ്റിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ബീച്ചും സൗത്ത് എൻഡ് തന്നെയാണ്. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി റോഡും ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു കേട്ടോ. ആ കാണുന്ന പാലത്തിന്റെ താഴെയായിരുന്നു എന്റെ എൻട്രൻസ്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അതുപോലെ UK-യിലുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പറ്റുന്നവരൊക്കെ ഒന്ന് കാണട്ടെ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്കും ബൈ.